എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഓരോ പാർട്ടിയുടെയും നാശം എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉള്ളവർ തന്നെ കോൺഗ്രസിനെ ദ്രോഹിച്ച് തുരങ്കം വച്ച് അതിനെ ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഒത്തിരി നാൾ ഭരണം നടത്താനുള്ള സാഹചര്യം അവർക്കുണ്ടായി. എത്ര നാൾ അവരുടെ ആ ഭരണം കൂടി വരുന്നോ അത്രയും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഉൾപാർട്ടി പ്രോബ്ലംസ് അവർക്ക് നേരിടേണ്ടി വന്നു. അവസാനം അവരുടെ ഭരണം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലെത്തി. ഇപ്പോൾ അത് BJP ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ BJPയുടെ ഭരണമാണ്. BJPയുടെ അന്ത്യവും എങ്ങനെ കോൺഗ്രസിന് അന്ത്യമുണ്ടായി അതുപോലെ തന്നെ ആയിരിക്കും BJPയുടെ അന്ത്യവും. കാരണം BJPയുടെ അവസാന നാളുകളുടെ ചൂളം വിളി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ BJPക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് BJPയുടെ ഘടകകക്ഷിയായ ബജ്രംഗ് തന്നെയാണ് ഇപ്പോൾ BJPയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ് BJP ഇന്ത്യയെ ഭരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഓരോ ദിവസങ്ങൾ നീളുന്തോറും ആ ഒരു പേരിൽ ഞങ്ങൾ BJPയാണ് രാജ്യം ഭരിക്കുന്നത്, BJPയാണ് എന്ന ഹുങ്കും വച്ച് ഏതൊരു വ്യക്തിയെ കണ്ടാലും ഹറാസ് ചെയ്യുക. അവർ ഏത് മതവസ്ത്രങ്ങൾ ധരിച്ചു വന്നാലും അത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങളെ മൊത്തം തകർത്ത് തരിപ്പണമാക്കി ഹം BJP വാലാ ഹേ, ഏ BJP കി രാജ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഉപദ്രവിക്കുക, ആൾക്കൂട്ട വിചാരണ നടത്തുക. പല പ്രശ്നങ്ങളും ഇപ്പോൾ ഒരു സ്ഥലം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് വരികയാണ്. ഇത് നേതാക്കന്മാർ കൂടുതൽ ശ്രദ്ധിക്കുന്നെങ്കിലും ഒരുപക്ഷേ അവർക്ക് ഈ ശല്യക്കാരെ നിയന്ത്രിക്കാനുള്ള പവർ പോയി കഴിഞ്ഞു, വീക്കായി. കാരണം ഈ BJPയിൽ ഉള്ളവർ തന്നെയാണ് അവരുടെ പോളിസിയൊക്കെ തെറ്റാണെന്നറിഞ്ഞ് മാറി നിൽക്കുന്ന പലരുമുണ്ട്. ഇനി ഇതിന് കൂടുതൽ നാളില്ല. ഇതിൻ്റെ ആയുസ് ഏതാണ്ട് തീർന്ന് വരികയാണ്. കുറച്ച് നാളെങ്കിലും പിടിച്ച് നിർത്തണമെങ്കിൽ ഈ അണികളെ ശരിക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഈ അണികളുടെ പ്രവർത്തനം മോണിറ്റർ ചെയ്തില്ലെങ്കിൽ BJPയുടെ ഗതി കോൺഗ്രസിനെ പോലെ ആയിരിക്കും. അത് 100% അത് സംഭവിക്കുക. കാരണം ഏത് പാർട്ടിയും തകരുന്നത് ആ പാർട്ടിയുടെ ഉള്ളിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ്. എങ്ങനെ കോൺഗ്രസിൽ നിന്നും ആൾക്കാർ കൊഴിഞ്ഞു പോയോ അതുപോലെ BJPയിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോവുകയാണ്. മാനസികമായി പലരും അകന്നു കഴിഞ്ഞു പാർട്ടിയുമായി. പക്ഷേ ഫിസിക്കലി അവർ കാണിക്കുന്നില്ലെന്ന്. പക്ഷേ മാനസികമായി ഒരുപാട് നല്ല പ്രവർത്തകർ മനസ്സ് മാറിക്കഴിഞ്ഞവരുടെ. ഇനി അവർ ബാലറ്റ് പേപ്പറിൽ കൂടി അവരുടെ റിസൾട്ട് അവർ കാണിക്കും. ഇപ്പോൾ ഈ ബജ്രംഗ് ദൾ എന്ന ഒരു ഉപസംഘടന ശരിക്കും ഈ BJPയുടെ ഒരു അന്ധകരായി മാറിയിരിക്കുകയാണ്. സോ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ BJP ഭരിക്കാനുള്ള സാഹചര്യം കിട്ടിയത്. ഇപ്പോൾ അവരുടെ ടൈം കൂടുന്തോറും അവരുടെ പ്രസക്തിയെ നശിപ്പിക്കാനുള്ള മറ്റൊരു ഭാഗം, അതായത് ബജ്രംഗ് പോലുള്ളവർ ആ ഭരണത്തെ തകിടം മറിക്കാൻ വേണ്ടിയുള്ള പ്രൊപ്പഗണ്ടയാണ് അവർ ചെയ്യുന്നത്.
എന്തെടുത്താലും ജയ് ശ്രീറാം, ബോൾ ശ്രീറാം. ശ്രീരാമൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പബ്ലിക് വിചാരണ ചെയ്യാനും മനുഷ്യനെ കൊല്ലാനും വേണ്ട രീതിയിൽ മാനസികമായി പീഡിപ്പിക്കാനും ഇതൊന്നും ശ്രീരാമൻ്റെ തത്വങ്ങളല്ല. ശ്രീരാമൻ്റെ തത്വങ്ങൾ അറിയുന്നവർ ആരും തന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ജയ് ശ്രീരാം വിളിക്കാറില്ല. ബട്ട് ഇവർക്ക് കിട്ടുന്നത് ശ്രീരാമൻ്റെ ശാപം തന്നെയായിരിക്കും ഇവർക്ക് കിട്ടുക. അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ള ഭരണത്തെ നിലനിർത്താൻ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾക്ക് ഒരു എൻഡ് കൊടുക്കുക, ഒരവസാനം കൊടുക്കുക. ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ BJPക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത എത്രയോ മനസ്സുള്ളവരുടെ ആ ആത്മാക്കൾ അവർ ഇപ്പോഴും മുകളിലിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്ന് കരുതുക. ബജ്രംഗ് എന്നുള്ള ആ ഒരു സംഭവത്തെ BJP നിയന്ത്രിച്ചില്ലെങ്കിൽ അവരിലൂടെ നിങ്ങളുടെ അന്ത്യവും കുറിച്ചിരിക്കും. ഇത് എല്ലാ പാർട്ടികളിലും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അണികളിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പോഷക സംഘടനകളിൽ നിന്നെയാണ് അവരുടെ മെയിൻ പാർട്ടിയുടെ അന്ത്യവും കുറിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം, അതിൻ്റെ പല അടയാളങ്ങളും കണ്ടു തുടങ്ങി. സോ ഭരണകർത്താക്കളോടൊന്നു പറയാനുള്ളൂ, എവിടെയാണ് ഏത് മനുഷ്യനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവരിലേക്ക് എത്തുക, അവരെ കറക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.